പാചകകല അല്ലെങ്കിൽ പാചകം ഒരു കലയാണ് എന്ന് പറഞ്ഞു കേൾക്കാറുണ്ടല്ലേ. വ്യത്യസ്ത ചേരുവകൾ പാകമായിട്ടുള്ള അളവിൽ ചേർത്ത് രുചിയും ഗുണവുമുള്ള വിഭവങ്ങൾ നമ്മൾ തയ്യാറാക്കുന്നു. എന്നാൽ ഇതിൻ്റെ പിന്നിൽ ചില ശാസ്ത്രീയ വശങ്ങൾ കൂടിയുണ്ട് എന്നാണ് ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ശരിയായ പാത്രം, ശരിയായ പാചക രീതി ഇവയിലൂടെ നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണം ശീലമാക്കാൻ സാധിക്കുന്നു. അതിനായിട്ട് ICMR പുറപ്പെടുവിച്ചിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം ഭക്ഷണം തുറന്നു വെച്ച് പാചകം ചെയ്യുന്നതിൻ്റെയും അടച്ചു വെച്ച് പാചകം ചെയ്യുന്നതിൻ്റെയും ഗുണദോഷ ഫലങ്ങളെക്കുറിച്ച് ICMR എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. നമുക്കറിയാം, പാത്രം മൂടി വെച്ച് പാചകം ചെയ്യുന്നത് നമ്മുടെ സമയം ലാഭിക്കും. എന്നാൽ ഇത് മാത്രമല്ല, മൂടി അടച്ചു വെച്ച് പാചകം ചെയ്യുന്നത് ഭക്ഷണ പദാർത്ഥങ്ങളിൽ അടങ്ങിയിട്ടുള്ള പോഷക ഘടകങ്ങൾ നഷ്ടപ്പെടുന്നത് കുറയ്ക്കാൻ കൂടി സഹായകരമാണ്. കാരണം പാത്രം തുറന്നു വെച്ച് പാചകം ചെയ്യുമ്പോൾ കൂടുതൽ സമയമെടുക്കുന്നത് കൊണ്ടും ഭക്ഷണവും വായുവുമായിട്ട് സമ്പർക്കം ഉണ്ടാകുന്നത് കൊണ്ടും ഭക്ഷണത്തിലെ പോഷകാംശം നഷ്ടപ്പെടുന്നു. പാചകം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചും ICMR പറയുന്നുണ്ട്. പ്രഷർ കുക്കർ ഉപയോഗിച്ചോ ആവിയിൽ വേവിച്ച് കഴിക്കുന്നതോ ആണ് ഭക്ഷണം റോസ്റ്റ് ചെയ്തും ഫ്രൈ ചെയ്തുമൊക്കെ കഴിക്കുന്നതിനേക്കാളും ആരോഗ്യകരം. കാരണം ഇത് ഭക്ഷണത്തിൽ നിന്നും പോഷകങ്ങൾ നഷ്ടപ്പെടുന്നത് കുറയ്ക്കുന്നു. പച്ചക്കറികളൊക്കെ ഇങ്ങനെ ആവിയിൽ പാകപ്പെടുത്തുന്നത് അതിലെ ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെയും പോളിഫിനോളിൻ്റെയും ഒക്കെ അളവ് വർദ്ധിപ്പിക്കാനായിട്ടും സഹായിക്കുന്നുണ്ട്. ഇനി പയറ് വർഗ്ഗങ്ങളും ഇങ്ങനെ ആവിയിൽ വേവിക്കുകയോ പ്രഷർ കുക്കറിൽ വേവിക്കുകയോ ചെയ്താൽ അതിലടങ്ങിയിരിക്കുന്ന ആൻറ്റി ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ്, അതായത് പോഷകത്തിന്റെ ആഗിരണത്തെ തടയുന്ന ചില ഘടകങ്ങൾ അതിനെയും നശിപ്പിക്കുന്നു. അതുപോലെ ICMR പറയുന്നു, മൈക്രോവേവ് അവനിൽ പാചകം ചെയ്യുന്നത് വെള്ളത്തെ അധികം ആശ്രയിക്കാത്തതും ആവി ഭക്ഷണത്തിലൂടെ പൂർണ്ണമായിട്ടും കടന്നു പോകുന്നതായതുകൊണ്ടും വൈറ്റമിൻസും മിനറൽസും ഒന്നും തന്നെ ഭക്ഷണത്തിൽ നിന്നും അധികമായിട്ട് നഷ്ടപ്പെടുന്നില്ല. മാത്രമല്ല, പൊതുവെ പോഷകങ്ങൾ ഭക്ഷണത്തിൽ നിന്നും നഷ്ടപ്പെടുന്നത് കുറവായിരിക്കും. കുറഞ്ഞ സമയത്തിൽ പാചകം പൂർത്തീകരിക്കുന്നത് കൊണ്ട് തന്നെ ചൂടാക്കുമ്പോൾ വൈറ്റമിൻസിനും മറ്റ് പോഷകങ്ങൾക്കുമൊക്കെ വിഘടനം സംഭവിക്കുന്നത് കുറയുന്നു. ശരിയായ ദഹനം നടക്കുന്നതിനും ടേസ്റ്റ് ലഭിക്കുന്നതിനുമെല്ലാം ശരിയായ രീതിയിലുള്ള പാചകവും പ്രധാനപ്പെട്ടതാണ്. അതിനൊപ്പം തന്നെ ഭക്ഷണത്തിലെ പോഷകാംശം നിലനിർത്തേണ്ടതും സൂക്ഷ്മാണുക്കളിൽ നിന്നും അതുപോലെ മലിനമാകുന്നതിൽ നിന്നുമെല്ലാം തടയേണ്ടതും ആവശ്യമാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.